നമ്മുടെ ഫോർഹെഡിന്റെ ജസ്റ്റ് പിന്നിലായിട്ടാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ബ്രെയിനിന്റെ ക്രിട്ടിക്കൽ പാർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ പാർട്ടാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്, അതായത് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, പ്ലാനിംഗ്, ഇമോഷൻസ് ഓർ ബിഹേവിയേഴ്സിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഫുള്ളി ഡെവലപ്പ് ആവുന്നത് നമുക്ക് ഏകദേശം 25 വയസ്സാവുമ്പോഴാണ്. അതായത് ബ്രെയിനിന്റെ ഈ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടിന് ശരിക്കും മെച്യൂരിറ്റി വരാൻ 25 വർഷം പിടിക്കുമെന്നർത്ഥം. ഈ ഒരു കാരണം കൊണ്ടാണ് പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഋഷിമുനിമാരൊക്കെ അവരുടെ ശിഷ്യന്മാരോട് 25 വർഷം വരെ ബ്രഹ്മചര്യം നിർബന്ധമായും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. ഇതിന്റെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുത്തു പറയുന്നത്. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള 5 ലോക്സ് തുറക്കുന്ന മാസ്റ്റർ കീ ആണ്. അതായത് റീസൺ ചെയ്യാനുള്ള കഴിവ്, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്കിൽ, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനുള്ള സെൽഫ് കൺട്രോൾ ആൻഡ് ഒരു കാര്യം മൊത്തമായി ചെയ്തു തീർക്കാനുള്ള ക്ഷമ. ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഫോക്കസ് ചെയ്യേണ്ട, ഇന്റലിജൻസ് യൂസ് ചെയ്യേണ്ട ഏതൊരു കാര്യവും ഇങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ബ്രഹ്മചര്യ ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നവർക്ക് അവരുടെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എത്രത്തോളം അപ്ഗ്രേഡഡ് ആയി ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവും. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക്, സയന്റിഫിക് ആൻഡ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തവർക്ക് 20-30 വയസ്സാവുമ്പോഴേക്കും ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആയി മാറിയിട്ടുണ്ടാകും. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് നാച്ചുറലി ഡെവലപ്പ് ആയിട്ടുണ്ടാകും, ബട്ട് അതിൽ പല തരത്തിലുള്ള മിസ്റ്റേക്സ് അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് ക്യൂർ ചെയ്യണമെങ്കിൽ, ബ്രെയിനിന്റെ ഈ പാർട്ടിനെ റീസെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ സയന്റിഫിക് വേ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സയന്റിഫിക് ടൂൾസ് ആൻഡ് ടെക്നിക്സ് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് നിങ്ങൾക്ക് വേണ്ടി ഒരു 21 ദിവസത്തെ സെൽഫ് ഡെവലപ്മെന്റ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് റീഫ്രഷ് ആയി എന്ന റിയലൈസേഷൻ കിട്ടും. അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ബ്രാൻഡ് പ്രോമിസ് ആണ്. ഈ കോഴ്സ് എൻറോൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഹായ് എന്ന ഒരു സിമ്പിൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കൂ. വിത്തിൻ 24 ഹവേഴ്സ് ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അവരുമായി നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയ എല്ലാ ഇൻഫർമേഷൻസും ഇൻക്വയറീസും ചോദിച്ച് മനസ്സിലാക്കാം. സോ നമുക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. കുറെ കാലമായി തെറ്റായ രീതിയിൽ പ്രോഗ്രാം ചെയ്ത പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമോ? ഈ ബ്രെയിൻ പാർട്ടിൽ വീക്കായവർക്ക് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസിൽ എസ്പെഷ്യലി സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഡെയിലി മാസ്റ്റർബേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസിൽ പ്രോബ്ലം ഉണ്ടെന്ന് അർത്ഥം. അതേപോലെ ചെറിയ കാര്യം വരുമ്പോൾ പേടിക്കുന്നവർ, വളരെ ചെറിയ ഇഷ്യൂ ആണെങ്കിലും അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള സില്ലി മാറ്റേഴ്സിൽ കുടുങ്ങി തന്റെ മൈൻഡിന്റെ ഫുൾ കൺട്രോൾ തന്നെ നഷ്ടപ്പെടുത്തും. സോ ഇതിന് എന്താണ് സൊല്യൂഷൻ? ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇത്രയും കാലം നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നും നോക്കണ്ട. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനിയെങ്കിലും നിങ്ങൾക്ക് ബ്രഹ്മചര്യ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡിനെ റീസെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഹോൾ ലൈഫ് തന്നെ പോസിറ്റീവ്ലി ട്രാൻസ്ഫോം ആവും. ഈ കാലം വരെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡീപ് സ്ലീപ്പിലായിരുന്നു. ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നോളജ് നിങ്ങളുടെ അടുത്തെത്തി. ഇനി വേണ്ടത് നിങ്ങളത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന കാര്യമാണ്. ഈ പ്രകൃതിയിൽ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ശരിക്കും ഹോണസ്റ്റായി ബ്രഹ്മചര്യം ഫോളോ ചെയ്താൽ, മെയിൻറ്റെയിൻ ചെയ്താൽ, അത് നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് സോളിനെ പോസിറ്റീവായി ചേഞ്ച് ചെയ്യും. അതാണ് പ്രകൃതിയുടെ നിയമം. എത്ര കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് ഇതുവരെ ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഈസിയായി ഇതിനു ശേഷം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഹെൽത്തി ആയിരിക്കാൻ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റിയാണ്. 6 മണിക്കൂർ ഉറക്കം എന്ന രീതിയിൽ നിങ്ങളുടെ സ്ലീപ്പ് ഷെഡ്യൂൾ ഫിക്സ് ചെയ്യണം. കൂടുതലുമല്ല, കുറവുമല്ല, എക്സാക്ട് 6 മണിക്കൂർ. അതും രാത്രി 10 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഉറങ്ങണം. അതാണ് ഈ ലൈഫ് സ്റ്റൈലിന്റെ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റൂൾ. എന്നാൽ ഈ കാലത്ത് 60 മുതൽ 70% ആളുകളും രാത്രി 11 മണി കഴിയാതെ ഉറങ്ങാറില്ല. പക്ഷെ ഈ ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്ലീപ്പ് ടൈമിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഈ സ്ലീപ്പ് സ്ട്രിക്റ്റ് ആയി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. പഠിക്കുമ്പോൾ ചിലർക്ക് രാത്രി സമയമായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നുന്നത്. പക്ഷെ ബ്രെയിൻ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഹാബിറ്റ് മാറ്റി ഇയർലി മോർണിംഗ്സിലേക്ക് ആ സ്റ്റഡിയിങ് ഷെഡ്യൂൾ ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവായി മാറാൻ തുടങ്ങും. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഹെൽത്തി ആവാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി സ്കിൽ ഇൻക്രീസ് ചെയ്യുക എന്ന കാര്യമാണ്. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഇമാജിനേഷൻ പവർ ആണ്. ഇമാജിനേഷൻ പവർ ഡെവലപ്പ് ആവാൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയി യോഗ, മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ പോലെയുള്ള മൈൻഡ് ടൂൾസ് യൂസ് ചെയ്താൽ മതി. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഒരു സുപ്പീരിയർ മാൻ ആവാനുള്ള ജേണിയിൽ നിങ്ങൾക്കുള്ള പേഴ്സണൽ ഡൗട്ട്സ്, കമന്റ്സ്, സജഷൻസ്, ടോപ്പിക് റിക്വസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് free to comment. Thank you for watching.